ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. മൂന്നാറിലേക്കാണ് ഈ യാത്ര. ഈ സ്ഥലത്തിന് മൂന്നാർ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 3 ആറുകളായ മുതിരപ്പുഴ, നല്ലതണി, കുണ്ടള എന്നിവയുടെ സംഗമ സ്ഥാനമായതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയുമായി 6:45 വീട്ടിൽ നിന്നും ഇറങ്ങി. നമ്മൾ വിനോദയാത്രകളിൽ മിനിമം ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം എടുക്കാറുണ്ട്. ഇപ്രാവശ്യം 2 നേരത്തെ ഭക്ഷണം എടുത്തത്. 9 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിച്ച അടുത്തൊരു ചായക്കടയിൽ നിന്ന് ചായയും കുടിച്ച് യാത്ര തുടർന്നു. 10:30 മനോഹരമായ കരിമുട്ടി വാട്ടർഫാൾസിനടുത്തെത്തി. റോഡിനരികിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം. അതിനടുത്തു തന്നെ ഒരു എക്കോ ഷോപ്പും ഉണ്ട്. ആമയുടെ ആകൃതിയാണ് ആ ഷോപ്പിന്. അതും കണ്ട് വണ്ടിയിൽ കയറിയ ഞങ്ങൾ 12 മണിക്ക് മനോഹരമായ ഒരു സ്ഥലത്ത് ഫോട്ടോഷൂട്ടിനായി വണ്ടി നിർത്തി. ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് വണ്ടിയിൽ കയറിയ ഞങ്ങൾ 12:30 ഇരവികുളം എത്തി. കയ്യിൽ കരുതിയിരുന്ന ഉച്ചഭക്ഷണം കഴിച്ച് പേപ്പർ പ്ലേറ്റും ഗ്ലാസും എല്ലാം ഒരു പാക്കറ്റിനകത്താക്കി. അടുത്ത ലക്ഷ്യം ഇരവികുളം നാഷണൽ പാർക്ക്. ടിക്കറ്റ് എടുത്ത് അവരുടെ ബസ്സിലാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിക്കും പ്രകൃതി ഭംഗി വേണ്ടുവോളം ആസ്വദിക്കാം. ബസ്സിൽ നിന്നും ഇറങ്ങി പിന്നെ കുറച്ചു ദൂരം നടന്നു കയറണം. വംശനാശം നേരിടുന്ന വരയാടിനെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംരക്ഷിത മേഖലയാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടെ വരയാടുകളെ നമുക്ക് അടുത്തു കാണാൻ കഴിയും. തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ. വിശാലമായ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ചെറുപട്ടണങ്ങൾ, വളഞ്ഞു ഉയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ, അവധി ആഘോഷത്തിന് എല്ലാ അർത്ഥത്തിലും യോജിച്ച ഒരിടം. ആ കാണുന്നതാണ് നമുക്ക് കയറാനുള്ള ബസ്. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ചെത്തി. ഇനി 15 മിനിറ്റ് കൊണ്ട് താഴെ എത്തും. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി ഇവിടെയാണ്. മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ മഞ്ഞും തണുപ്പും തേയിലത്തോട്ടങ്ങളും എല്ലാമല്ലേ ഓർമ്മ വരുന്നത്? 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ശോലക്കാടുകളിലും പുൽമേടുകളിലും നീല നിറം പകരും. ആ സമയത്ത് സഞ്ചാരികളുടെ പ്രവാഹം തന്നെയായിരിക്കും മൂന്നാറിലേക്ക്. പച്ചപ്പിന്റെ സമുദ്രം പോലെ പരന്നു കിടക്കുന്ന മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളും മലമഞ്ഞും കാറ്റും എല്ലാം ആസ്വദിച്ച് കടുപ്പത്തിലൊരു ചായയും കുടിച്ച് നേരെ റൂമിലേക്ക് ഒന്ന് ഫ്രഷായി 4:30 അവിടെ നിന്നും ഇറങ്ങി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. വൈവിധ്യമാർന്ന പൂക്കളും സസ്യങ്ങളും ഉണ്ട് ഇവിടെ. പൂക്കൾ കൊണ്ട് പൊതിഞ്ഞ അലങ്കാര റെയിലിങ്ങുകൾ, വിവിധ ഫോട്ടോ പോയിന്റുകൾ, മൃഗങ്ങളുടെ പ്രതിമകൾ, ഇവയ്ക്കു പുറമെ വൈകുന്നേരങ്ങളിൽ ദീപാലങ്കൃതമാകുന്ന പൂന്തോട്ടം എല്ലാം സന്ദർശകരെ വിസ്മയിപ്പിക്കുമെന്നുറപ്പ്. പൂന്തോട്ടം ചുറ്റിക്കാണുന്നതിനിടയ്ക്ക് അപ്രതീക്ഷിതമായൊരു മഴ. കുറച്ചു സമയം അവിടെ കുടുങ്ങി. നനഞ്ഞാണെങ്കിലും ഓടി ബസ്സിൽ കയറി റൂമെത്തി. ഒന്ന് ഫ്രഷായി ഒന്നിച്ചിരുന്ന് അത്താഴം കഴിച്ചു. കളിയും ചിരിയുമായി പിന്നെയും കുറച്ചു നേരം. അടുത്ത ദിവസം 7:45 റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. അടുത്തൊരു ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് യാത്ര തുടർന്നു. മൂന്നാറിലെ തണുപ്പും കാഴ്ചകളും ആസ്വദിക്കാനായി ഇവിടെയൊന്ന് നിർത്തി. ഇവിടെ നിന്നാൽ മൂന്നാറിന്റെ ഒരു മികച്ച കാഴ്ച അനുഭവം ലഭിക്കും. അതിലും രസം ഇവിടെ വീശുന്ന കാറ്റാണ്. തണുത്ത കാറ്റിൽ ഈ ചരിവിലെ എക്സ്പീരിയൻസ് അനുഭവിച്ചു തന്നെ അറിയണം. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വേണമെങ്കിൽ കുതിരസവാരിയും നടത്താം. മാടുപ്പെട്ടി അഥവാ മാട്ടുപ്പെട്ടി ഡാം എത്തുമ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് ഇവിടുത്തെ ഒരു ആകർഷണം. ഗംഭീരമായ കൊടുമുടികളും സമൃദ്ധമായ വനങ്ങളും പിന്നെ മാട്ടുപ്പെട്ടി അണക്കെട്ടും തടാകവും എല്ലാം ഈ പ്രദേശത്തിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. കടകൾ ഓരോന്നായി തുറന്നു തുടങ്ങുന്നതേയുള്ളൂ. പഴയ അണക്കെട്ടും വലിയ ജലാശയവുമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. ഈ തടാകത്തിൽ ബോട്ടിങ്ങിനും സൗകര്യമുണ്ട്. അവിടെ നിന്നും 10 മിനിറ്റ് യാത്ര ചെയ്ത് സൺമൂൺ വാലി ബോട്ടിംഗ് സെന്ററിൽ എത്തി. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഓൺലൈനായും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ബോട്ടിങ്ങിന്റെ സമയത്ത് ചുറ്റും കാണുന്ന കാഴ്ചകൾ ആരുടെയും മനം മയക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ നമ്മളെ തിരിച്ചെത്തിച്ചു. 1 മിനിറ്റ് പോലും കൂടിയില്ല എന്നുള്ളതാണ് സത്യം. സമയം 10:45. പുറത്തു വന്ന് ഓരോ ചായ കുടിച്ച് ബോട്ടിങ്ങിന്റെ ക്ഷീണം തീർത്തു. ഇതാണ് എക്കോ പോയിന്റ്. ഏത് ശബ്ദവും പ്രതിധ്വനിപ്പിക്കുന്ന ഇടം. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഈ നീണ്ടു നിവർന്നു കിടക്കുന്ന ജലാശയവും അതിനോട് ചേർന്ന് നിൽക്കുന്ന എവർഗ്രീൻ ട്രീസും ഇതിന്റെ ബ്യൂട്ടി പറഞ്ഞറിയിക്കാനൊന്നും സാധിക്കില്ല. അത് ഇവിടെ വന്ന് ആസ്വദിക്കുക തന്നെ വേണം. കുണ്ടള ഡാം അഥവാ സേതുപാർവതിപുരം അണക്കെട്ട് മൂന്നാറിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ അണക്കെട്ട്. മൂന്നാറിന്റെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഇരുവശങ്ങളിലുമായി പടർന്നു കിടക്കുന്ന മനോഹരമായ തേയിലത്തോട്ടങ്ങൾ, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലമേടുകൾ, ഒപ്പം കോടമഞ്ഞു വാരി വിതറുന്ന സുഖകരമായ തണുപ്പും കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന മൂന്നാറിന്റെ ഈ കാഴ്ചകളും കണ്ട് ഞങ്ങൾ കുറെ സമയം അവിടെ ചെലവഴിച്ചു. 1:30 ഉച്ചയൂണിനായി ഒരു ഹോട്ടലിൽ കയറി മീൻകറിയും കൂട്ടി അടിപൊളിയായി ഭക്ഷണവും കഴിച്ചു.
അടുത്തൊരു കടയിൽ കയറി മൂന്നാറിന്റെ സ്പെഷ്യൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും ഹെർബൽ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. മറയൂർ ശർക്കരയും വെളുത്തുള്ളിയും ഫ്രൂട്ട്സും എല്ലാം വാങ്ങാൻ ഇടയ്ക്ക് വണ്ടി നിർത്തി. തേയിലപ്പൊടി വാങ്ങാൻ വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചെറിയ ആഘോഷവും സംഘടിപ്പിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, യാത്ര അവസാനിച്ചാലും ഓർമ്മകൾ അവസാനിക്കില്ല. മൂന്നാറിന്റെ മാധുര്യം എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്